യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4 നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. യോഹന്നാൻ അധ്യായം 4 ആകെ എത്ര വാക്യങ്ങൾ? 54. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആര് കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്? ഫരിസേയർ. ആരാണ് ശിഷ്യന്മാരെ അല്ലാതെ നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ലാത്തത്? യേശു. യോഹന്നാൻ 4:3 പ്രകാരം യേശു യൂദയ വിട്ട് എവിടേക്കാണ് പോയത്? ഗലീലയിലേക്ക്. യേശുവിന് ഏതു വഴിയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്നാണ് യോഹന്നാൻ 4:4 പറയുന്നത്? സമരിയായിലൂടെ. സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത് ആർക്ക്? യേശുവിന്. സിക്കാർ എന്ന പട്ടണം എവിടെയായിരുന്നു? സമരിയായിൽ. യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് നൽകിയ വയലിന് അടുത്തുള്ള പട്ടണം ഏത്? സിക്കാർ. ആര് തൻ്റെ മകനായ ജോസഫിന് നൽകിയ വയലിൻ്റെ അടുത്താണ് സമരിയായിലെ സിക്കാർ എന്ന പട്ടണം? യാക്കോബ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു എന്തു ചെയ്തു? കിണറിൻ്റെ കരയിൽ ഇരുന്നു. യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ സമയം എന്തായിരുന്നു? ഏകദേശം 6-ാം മണിക്കൂർ. സമരിയക്കാരി എന്തിനാണ് അവിടെ വന്നത്? വെള്ളം കോരാൻ. ആ സമയം വെള്ളം കോരാൻ വന്ന സമരിയക്കാരിയോട് യേശു എന്താണ് പറഞ്ഞത്? എനിക്ക് കുടിക്കാൻ തരിക. ആരോടാണ് യേശു തനിക്ക് വെള്ളം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞത്? സമരിയക്കാരിയോട്. യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തു വാങ്ങാനാണ് പട്ടണത്തിലേക്ക് പോയത്? ഭക്ഷണ സാധനങ്ങൾ. യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ എവിടേക്കാണ് പോയത്? പട്ടണത്തിലേക്ക്. നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? ആര് ആരോട് ചോദിച്ചു? സമരിയക്കാരി യേശുവിനോട്. യോഹന്നാൻ 4:11 പ്രകാരം സമരിയക്കാരി യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? പ്രഭോ. എന്താണ് ആഴമുള്ളത് എന്നാണ് യോഹന്നാൻ 4:11 പറയുന്നത്? കിണർ. ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ആരെന്നാണ് സമരിയക്കാരി സ്ത്രീ യേശുവിനോട് പറയുന്നത്? ഞങ്ങളുടെ പിതാവായ യാക്കോബ്. ആരേക്കാൾ വലിയവനാണോ നീ എന്നാണ് യേശുവിനോട് സമരിയക്കാരി ചോദിച്ചത്? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ. ആരൊക്കെയാണ് ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചിരുന്നത് എന്നാണ് സമരിയക്കാരി യേശുവിനോട് പറയുന്നത്? യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്ന് പറഞ്ഞത് ആര്? യേശു. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും എന്തു ചെയ്യുകയില്ല എന്നാണ് യേശു പറയുന്നത്? ദാഹിക്കുകയില്ല. എന്നാൽ ഞാൻ നൽകുന്ന എന്ത് കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് യേശു സമരിയക്കാരിയോട് പറയുന്നത്? വെള്ളം. ഞാൻ നൽകുന്ന ജലം അവനിൽ എന്താകുമെന്നാണ് യോഹന്നാൻ 4:14 പറയുന്നത്? നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ആ ജലം എനിക്ക് തരിക എന്ന് പറഞ്ഞ സമരിയക്കാരിയോട് യേശു എന്താണ് പറഞ്ഞത്? നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. നീ ചെന്ന് നിന്റെ ആരെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് യേശു സമരിയക്കാരിയോട് പറഞ്ഞത്? നിന്റെ ഭർത്താവിനെ. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ യേശുവിനോട് അവൾ പറഞ്ഞ മറുപടി എന്ത്? എനിക്ക് ഭർത്താവില്ല. നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാണ് യേശു അവളോട് പറയുന്നത്? 5. യോഹന്നാൻ 4:19 പ്രകാരം പ്രഭോ, അങ്ങ് ആരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് സമരിയക്കാരി യേശുവിനോട് പറഞ്ഞത്? ഒരു പ്രവാചകനാണെന്ന്. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ എന്തു ചെയ്യാത്ത സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത്? പിതാവിനെ ആരാധിക്കാത്ത സമയം. യോഹന്നാൻ 4:22 പ്രകാരം ആരിൽ നിന്നാണ് രക്ഷ? യഹൂദരിൽ നിന്ന്. ആരെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടുത്തെ ആരാധിക്കേണ്ടത്? ദൈവത്തെ. യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടത് ആര്? ശിഷ്യന്മാർ. സമരിയക്കാരിയോട് എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ യേശുവിനോട് ചോദിക്കാതിരുന്നത് ആര്? ശിഷ്യന്മാർ. സമരിയക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? പട്ടണത്തിലേക്ക്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെയായിരിക്കുമോ? യോഹന്നാൻ 4:29 പ്രകാരം പൂരിപ്പിക്കുക. ക്രിസ്തു. അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. ആര്? ആ സ്ത്രീയും ആളുകളും. യോഹന്നാൻ 4:31 പ്രകാരം തത്സമയം ശിഷ്യന്മാർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? റബ്ബി, ഭക്ഷണം കഴിച്ചാലും. യോഹന്നാൻ 4:31 ശിഷ്യന്മാർ യേശുവിനെ സംബോധന ചെയ്തത് എന്ത്? റബ്ബി.
ആരെങ്കിലും ഇവന് എന്തുകൊണ്ട് വന്ന് കൊടുത്തിരിക്കുമോ എന്നാണ് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത്. ഭക്ഷണം. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് പരസ്പരം പറഞ്ഞത് ആര്? ശിഷ്യന്മാർ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. ആരുടെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ചവൻ്റെ. എത്ര മാസം കൂടിക്കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത്. 4. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി എവിടേക്ക് നോക്കുവിൻ എന്നാണ് യേശു പറയുന്നത്? വയലുകളിലേക്ക്. ആർക്ക് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നുവെന്നാണ് യേശു പറയുന്നത്? കൊയ്യുന്നവന്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ എന്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു? നിത്യജീവിതത്തിലേക്ക്. ഒപ്പം സന്തോഷിക്കുന്നവർ ആരെല്ലാം? വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും. യോഹന്നാൻ 4:37 പ്രകാരം ഏതു ചൊല്ലാണ് ഇവിടെ സാർത്ഥകമായിരിക്കുന്നത്? വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. നിങ്ങൾ എന്തു ചെയ്തിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു എന്നാണ് യേശു പറയുന്നത്? അധ്വാനിച്ചിട്ടില്ലാത്ത. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞുവെന്ന ആ സ്ത്രീയുടെ എന്തുമൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. സാക്ഷ്യം. യോഹന്നാൻ 4:40 പ്രകാരം ആരാണ് അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണം എന്ന് അവനോട് അപേക്ഷിച്ചത്? ആ സമരിയക്കാർ. ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് എന്താണ് അപേക്ഷിച്ചത്? തങ്ങളോടൊത്ത് വസിക്കണമെന്ന്. യോഹന്നാൻ 4:40 പ്രകാരം യേശു എത്ര ദിവസം അവിടെ താമസിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത്? 2 ദിവസം. യോഹന്നാൻ 4-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. സമരിയായിൽ നിന്ന് എത്ര ദിവസം കഴിഞ്ഞാണ് യേശു ഗലീലയിലേക്ക് പോയത്? 2 ദിവസം. ആര് സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു? പ്രവാചകൻ. പ്രവാചകൻ എവിടെയാണ് ബഹുമാനിക്കപ്പെടാത്തത്? സ്വന്തം നാട്ടിൽ. യേശു ഗലീലയിൽ വന്നപ്പോൾ അവനെ ആരാണ് സ്വാഗതം ചെയ്തത്? ഗലീലയക്കാർ. തിരുനാളിൽ യേശു ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ കണ്ടിരുന്നത് ആര്? ഗലീലയക്കാർ. യോഹന്നാൻ 4:46 പ്രകാരം യേശു വീണ്ടും ഗലീലയിലെ എവിടെയാണ് എത്തിയത്? കാനായിലെത്തി. എവിടെ വെച്ചാണ് യേശു വെള്ളം വീഞ്ഞാക്കിയത്? കാനായിൽ. കഫർനാമിൽ ആരുടെ മകനായിരുന്നു രോഗബാധിതനായിരുന്നത്? ഒരു രാജസേവകന്റെ. യേശു എവിടെ നിന്ന് ഗലീലയിലേക്ക് വന്നു എന്നാണ് രാജസേവകൻ കേട്ടത്? യൂദയായിൽ. തൻ്റെ ആസന്ന മരണനായ മകനെ എന്തു ചെയ്യണമെന്നാണ് രാജസേവകൻ യേശുവിനോട് അപേക്ഷിച്ചത്? സുഖപ്പെടുത്തണമെന്ന്. രാജസേവകന്റെ ആരാണ് ആസന്നമരണനായി കിടക്കുന്നത്? മകൻ. യോഹന്നാൻ 4:48 പ്രകാരം എന്തു കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ എന്നാണ് യേശു പറയുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും. കർത്താവെ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് രാജസേവകൻ അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ എന്ത് വിശ്വസിച്ചാണ് രാജസേവകൻ പോയത്? വചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് പോകും വഴി രാജസേവകൻ എന്തു വാർത്തയാണ് കേട്ടത്? മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി എതിരെ വന്നതാര്? ഭൃത്യന്മാർ. എപ്പോഴാണ് പനി വിട്ടുമാറിയത് എന്നാണ് ഭൃത്യന്മാർ പറഞ്ഞത്? 7-ാം മണിക്കൂറിൽ. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ പ്രവർത്തിച്ച 2-ാമത്തെ അടയാളം എന്ത്? രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. യോഹന്നാൻ 4:5 സമാനമായ വചനഭാഗങ്ങൾ. ഉൽപ്പത്തി 33:19, ഉൽപ്പത്തി 48:22, ജോഷുവ 24:32. യോഹന്നാൻ 4:9 സമാനമായ വചനഭാഗങ്ങൾ. എസ്ര 4:3-6, മത്തായി 10:5. യോഹന്നാൻ 4:10 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 7:37, വെളിപാട് 21:6. യോഹന്നാൻ 4:20 സമാനമായ വചനഭാഗങ്ങൾ. നിയമാവർത്തനം 11:29, ജോഷുവ 8:33. യോഹന്നാൻ 4:22 സമാനമായ വചനഭാഗങ്ങൾ. 2 രാജാക്കന്മാർ 17:27-33, യെശയ്യാ 2:3.